കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കായി സംസ്ഥാന നേതാക്കൾ ഇന്ന് ഡൽഹിയിലെത്തും. നാളെ രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തി അന്തിമ പട്ടികയ്ക്ക് രൂപം നൽകും. കെപിസിസി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ, സംഘടനാ ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ, ഉമ്മൻചാണ്ടി എന്നിവരുടെ സ്ഥാനാർത്ഥിത്വത്തിൽ രാഹുൽ ഗാന്ധിയുടെ നിലപാട് നിർണായകമാകും. CPM സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ കോൺഗ്രസിന്റെ സീറ്റ് ചർച്ചകൾക്ക് വേഗം വെച്ചെങ്കിലും തീരുമാനം നീളുകയാണ്. മുതിർന്ന നേതാക്കളെ തന്നെ രംഗത്തിറക്കണമെന്ന ആവശ്യമുയർന്നിട്ടുണ്ടെങ്കിലും മത്സരിക്കാനില്ല നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഉമ്മൻചാണ്ടിയും മുല്ലപ്പള്ളി രാമചന്ദ്രനും VM സുധീരനും. ഇക്കാര്യത്തിൽ തീരുമാനം ഹൈക്കമാൻഡ് എടുക്കട്ടെ എന്നാണ് സംസ്ഥാന നേതാക്കളുടെ തീരുമാനം. തിരക്കിട്ട ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷം സിറ്റിംഗ് MLA-മാരെ കൂടി ഉൾപ്പെടുത്തി പ്രാഥമിക പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. എന്നാൽ സിറ്റിംഗ് MLA-മാരെ മത്സരിപ്പിക്കുന്നതിന് ഹൈക്കമാൻഡിന്റെ അനുമതി വേണം. തിരുവനന്തപുരം സിറ്റിംഗ് MP ശശി തരൂർ തന്നെയാണ് സ്ഥാനാർത്ഥി. ആറ്റിങ്ങലിൽ മണ്ഡലം പിടിക്കാൻ അടൂർ പ്രകാശ് MLA-ക്കാണ് ഒന്നാം പരിഗണന. പത്തനംതിട്ടയിൽ DCC എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിലും സിറ്റിംഗ് MP ആന്റോ ആന്റണിയും മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷും മത്സരിക്കും. വയനാട് മണ്ഡലം A ഗ്രൂപ്പിന് വിട്ടു നൽകിയാൽ പകരം ഇടുക്കി വേണമെന്നാണ് I ഗ്രൂപ്പിന്റെ ആവശ്യം. അങ്ങനെയെങ്കിൽ ജോസഫ് വാഴക്കനെ മത്സരിപ്പിക്കാനാണ് ആലോചന. എറണാകുളത്ത് സിറ്റിംഗ് MP KV തോമസ് ചെറുപ്പക്കാർക്ക് വഴിമാറണമെന്നാണ് ആവശ്യം. ഹൈബിയുടെ MLA-യുടെ പേരാണ് പകരം നിർദ്ദേശിച്ചിരിക്കുന്നത്. സിറ്റിംഗ് MPയെ മാറ്റാനും ഹൈക്കമാൻഡിന്റെ അനുമതി വേണം. ചാലക്കുടിയിൽ UDF കൺവീനർ ബെന്നി ബെഹനാൻ, തൃശൂരിൽ TN പ്രതാപൻ, പാലക്കാട് VK ശ്രീകണ്ഠൻ എന്നിവരെയാണ് പരിഗണിക്കുന്നത്. ഷാനിമോൾ ഉസ്മാന് പുറമെ സ്ത്രീ പ്രാതിനിധ്യത്തിൽ ആലത്തൂരിൽ രമ്യ ഹരിദാസിന്റെ പേരും പരിഗണനയിലുണ്ട്. കോഴിക്കോട് MK രാഘവൻ തന്നെ വീണ്ടും മത്സരിക്കും. വയനാട്ടിൽ T സിദ്ദിഖ് അല്ലെങ്കിൽ ഷാനിമോൾ ഉസ്മാൻ. വടകരയിൽ RMPയുമായി കൂടിയാലോചിച്ചായിരിക്കും സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുക. കണ്ണൂരിൽ K സുധാകരൻ തന്നെ വീണ്ടും ഇറങ്ങും. കാസർഗോഡ് സുബ്ബയ്യ റായിക്കാണ് പ്രഥമ പരിഗണന. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയതിനാൽ ആലപ്പുഴയിൽ വീണ്ടും മത്സരിക്കാൻ കെ.സി. വേണുഗോപാലിനും രാഹുൽ ഗാന്ധിയുടെ അനുമതി വേണം. മുതിർന്ന നേതാക്കൾ തന്നെ കളത്തിലിറങ്ങണമെന്ന ആവശ്യം ശക്തമാണ്. പക്ഷേ രാഹുൽ ഗാന്ധി പറഞ്ഞാലേ അവർ ഇറങ്ങൂ. അങ്ങനെയെങ്കിൽ മറ്റു മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ പേരുകളിലും മാറ്റം വന്നേക്കാം. R. കിരൺ ബാബു, പൊളിറ്റിക്കൽ ബ്യൂറോ, News 18.